ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്, എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നത്. ഞാൻ ടെറസിൽ വന്നിട്ടുള്ളത്. ഇന്നൊരു സാറ്റർഡേ ആണ്, കുട്ടാണി ലീവാണ്. ഇത് കുഴപ്പമില്ല, കുട്ടാണി ലീവാണ്. അപ്പോൾ വിചാരിച്ചു ഒരു സാറ്റർഡേ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. ഇവിടെ എന്താ പറയുക, നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, അതുപോലെ കാറ്റും ഉണ്ട്. കുറച്ച് ഡ്രസ്സ് വിരിച്ചിടാണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ് മേലേക്ക്. അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ തന്നെ ഇൻട്രോയിലും കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങളുടെ വീഡിയോ മുന്നേ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ താഴെ ഇരുന്നതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞുതരാം. താഴെ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ സൈഡിൽ എപ്പോഴും പ്രാവ് വരും. ഇങ്ങനെ ഫുള്ള് പ്രാവിൻ്റെ ശല്യമായിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ക്ലീൻ ചെയ്ത് നീറ്റാക്കി അവിടെ നമുക്കിനി എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. തുണി വിരിച്ചിടാൻ ഇടുന്ന സ്ഥലമാണ്. പിന്നെ അതൊക്കെ വൃത്തികേടായി ആ അയലിലൊക്കെ വന്നിട്ട് പ്രാവിരുന്നിട്ട് ഫുള്ള് കാഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് അതൊക്കെ നീറ്റാക്കി ക്ലീനാക്കി നമ്മൾ ഈ ഒരു പെയിൻറ്റിൻ്റെ ബോക്സിൽ നമ്മൾ പനിക്കൂർക്കലയില്ലേ അതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജലദോഷമൊക്കെ വരുമ്പോഴും പനി വരുമ്പോഴൊക്കെ അത് ആവി പിടിക്കാനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം നമ്മളിവിടെ ഇല്ലാണ്ടായി പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള ചെടി മൊത്തം ഇതുങ്ങൾ കൊത്തി കളഞ്ഞോ എന്തോ ചെയ്തു. എന്നിട്ട് ഈ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മുട്ടയിട്ട് വെച്ചേക്കുന്നു. പിന്നെന്താ പറയുക, അതുവരെ നമ്മളിങ്ങനെ വരുന്നതിനൊക്കെ ഓടിച്ചൂടും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പ്രാവിനെ. പക്ഷെ മുട്ട കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന്. എന്നിട്ട് ആ മുട്ട വിരിയുന്നത് വരെ ഞാൻ ഷോർട്സ് എന്തോ ഇട്ടിട്ടുണ്ട്. ഓരോ ഘട്ടത്തിൽ അത് വിരിയുന്ന, അതിന് ശല്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല, വാതിലൊന്നും തുറക്കുകയില്ല അങ്ങനെ. അപ്പോൾ അത് വിരിഞ്ഞ് വലിയ ആകുമ്പോഴത്തേനും നമ്മളെ ബാൽക്കണി യൂസ് ചെയ്യാനോ കയറാനോ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രാവ് അലർജി ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ്. അലർജി ഇഷ്യൂ ഉള്ളവർക്കൊന്നും പ്രാവ് വളർത്തുന്നതോ അതിന് സ്മെല്ലോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ല, തൂവൽ, അതൊക്കെ അലർജി ഉണ്ടാക്കും. അപ്പം മോനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചത് ഈ സംഭവം പറന്നു പോയതിന് ശേഷം പിന്നെ അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി വെക്കാമെന്ന്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴത്തേനും അത് പറന്നു പോയിട്ടില്ല. അത് ചിറകൊക്കെ വന്ന് അത്യാവശ്യം വലിയ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു, അത് പറന്നുപോയി. പകരം 2 മുട്ട പിന്നെ ഇട്ടിട്ടുണ്ടത്. അപ്പോൾ പിന്നെയും അവിടെ തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തികേടാവും. പിന്നെ അത് അലർജി ഇഷ്യൂ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അതിനെ മുകളിലെടുത്ത് കൊണ്ടുവച്ചിട്ടുള്ളത് ടെറസിൽ. അപ്പോൾ അവർ വരുന്നുണ്ട് വരട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതാണ് ആ കാര്യം. ഇനിയിപ്പോൾ ഡ്രസ്സ് വിരിച്ചിരട്ടെ, നല്ല പൊരി വെയിലാണ്. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, ഇത് ഇവിടെ നിന്നായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര മെമ്മറീസ് ഉള്ള ടെറസാണ്. നല്ല രസമായിരുന്നു. ഈ ടെറസ് മുഴുവൻ ഇങ്ങനെ വൈറ്റ് ടൈലിട്ടിട്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ലീക്കിൻ്റെ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും വേറെ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാം കളർ മാറിക്കിടക്കുന്നു. ഡ്രസ്സ് വിരിച്ചിടാനുണ്ട്, വേഗം ആ പരിപാടി നോക്കട്ടെ. ഒരു 3-4 മാസമായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ സ്റ്റാർട്ടിങ് മുതലൊക്കെ എന്ന് പറയാം, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ചെന്നൈയിൽ. സാധാരണ ഇവിടെ ഡിസംബറിൽ നല്ല മഴ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ ആവേണ്ട അവസ്ഥ വരെ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം അത്ര വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. മഴ നന്നേ കുറവാന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു. ഇപ്പോൾ ഇതാ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് സ്റ്റാർട്ടിങ് ആയപ്പോൾ തൊട്ട് ചൂട് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ രാവിലെ തന്നെ എന്തൊരു വെയിലാണെന്നുള്ളത്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അകത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു തണുപ്പുണ്ടാവുമെങ്കിലും ഇപ്പോൾ ചൂട് നന്നായിട്ടുണ്ട്. ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ ദിവസത്തിനൊക്കെ ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചൂട് കുറച്ച് പേടിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഡ്രസ്സ് വിരിച്ചിടലും കാര്യങ്ങളൊക്കെ നൈറ്റ് ചെയ്യേണ്ടി വരും. രാവിലെ ആകുമ്പോഴത്തേനും ഡ്രസ്സ് കാറ്റ് കൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ ഒരുപാട് ഡ്രസ്സൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. അതാണ് ഇത്രയും കൂടുതൽ. ആ ദിവസം തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ നേരെ താഴേക്ക് വന്നു.
ആ ദിവസം കൂട്ടാണ്ടൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കൊതുകിൻ്റെ നെറ്റൊക്കെ എടുത്താണ് ഇവിടെ കിടക്കുക. മഴക്കാലത്തും തണുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കൊതുകായിരിക്കും. പക്ഷേ ഇപ്പോൾ ചൂട് സ്റ്റാർട്ടായത് മുതൽ ഒറ്റ കൊതുകിനെ കാണാനില്ല. അപ്പോൾ അതൊക്കെ ഇനി മടക്കി തിരിച്ച് വെക്കണം. ഇനിയിപ്പോൾ അടുത്ത കൊതുക് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ അതാ രാവിലെ തന്നെ അഗർബത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, ഒരു സാമ്പ്രാണി പോലത്തെ സംഭവം, അത് കത്തിച്ച് വെക്കാറുണ്ട്. നല്ലൊരു, കാരണം എയർ സർക്കുലേഷനൊക്കെ കുറവായതുകൊണ്ട് തന്നെ എല്ലാം അടച്ചിടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ അധികവും രാവിലെ ഇത് കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, കാണും. അപ്പോൾ അത് ആദ്യം തന്നെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ദിവസം കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തൊന്നും ഇത് 7 ഇല തുറക്കാൻ പറ്റില്ല. അപ്പോൾ ജനലിൻ്റെ മുകളിൽ അവൻ എത്താത്തടുത്ത് വെക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും രാവിലെ എഴുന്നേറ്റ് പാട്, ബാക്കി ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത് ആദുവിൻ്റെ ഫുഡ് ഉണ്ടാക്കലാണ് ഫസ്റ്റത്തെ എൻ്റെ ജോലി. പിന്നെ നമുക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കലും. ആദുവിന് ഞാൻ ഹെൽത്ത് മിക്സ് ആണെന്ന് കൊടുക്കുന്നത്. ഓരോ ദിവസം രാവിലെ ഓരോ കുറുക്കാവിന് കൊടുക്കാറ്. ഹെൽത്ത് മിക്സ്, അമൃതം പൊടി, റാഗി, കായപ്പൊടി അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഹെൽത്ത് മിക്സ് ആണ് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 2-3 ടീസ്പൂൺ ഹെൽത്ത് മിക്സ് ഇട്ടതിന് ശേഷം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കും. അതിനുശേഷം കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കും. പനങ്കൽക്കണ്ടായിരുന്നു ആദ്യം യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ശർക്കര ഇട്ട് കൊടുക്കാറ്. മധുരത്തിന് ലൈറ്റായിട്ടുള്ള മധുരം കൊടുക്കാറില്ല, നല്ല മധുരമൊന്നും അവന് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അമൃതം പൊടിയാണെങ്കിൽ ഞാൻ മധുരം ഇടാറേ ഇല്ല, അതിനകത്ത് തന്നെ ഉണ്ടല്ലോ മധുരം. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഒഴിക്കും. ഒക്കെ കുറുക്കായി വന്നതിന് ശേഷം ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരിക്കും. അവന് കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ കൊടുക്കും കുറച്ച്, കാരണം എല്ലാവരും ട്രൈ ചെയ്യണമല്ലോ. പക്ഷേ ഇത് കൊടുത്താലാണ് എനിക്ക് അവൻ്റെ വയറ് ഫില്ലായതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാറ്. പിന്നെ ഇതാ നേരെ പോയിട്ട് അവൻ്റെ കുറുക്ക് ആദ്യം ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ നല്ല ലേറ്റ് ആവലുണ്ട് എഴുന്നേൽക്കാം, കാരണം കുട്ടികളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടക്കാൻ തന്നെ ഒരു 1-2 മണിയാവും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആവും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാട്ടിൽ പോയി വന്നതിന് ശേഷം അതുകൊണ്ട് റൂട്ടീനൊക്കെ മാറി. അവിടെ നിന്ന് നേരത്തെ കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ ജോലിയും വേഗം നടക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ആദൂസിന് ചെറിയ 2 പല്ല് വന്നപ്പോൾ മുതൽ തന്നെ ഞാൻ അവന് ചെറിയൊരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രഷ് എല്ലാവർക്കും അറിയാം, ഫിംഗർ ബ്രഷാണ്, സോഫ്റ്റാണ്. അപ്പോൾ അത് വെച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം അവൻ തന്നെ ഇങ്ങോട്ടേക്ക് ചോദിക്കും ബ്രഷിനെ കൊണ്ട്. അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിക്കിൽ അവൻ തന്നെ കുറച്ച് സമയം എടുത്ത് വയ്ക്കും, പിന്നെ ഞാനൊന്ന് തേച്ച് കൊടുക്കും. അങ്ങനെയാണ് പതിവായിട്ട്. ഇന്നും വന്ന് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. ബ്രഷ് ചെയ്തോ, എങ്ങനെ ബ്രഷ് ചെയ്യാ കറക്റ്റായിട്ട് അറിയാം. അവർ ഏതാ കുരുത്തക്കെട്ടതറിയോ? നോക്കട്ടെ, അമ്മ കാണിച്ചു തന്നിട്ടെ ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രഷ് ചെയ്യാ. ഗുഡ് ബോയ് ആണോ? കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇതാരെ പറഞ്ഞാന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്യണ്ടേന്ന്? ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിള്ളേർ ഇതൊക്കെ നോക്കി വെക്കുന്നുണ്ടാവും. എല്ലാം നമ്മൾ ചെയ്യുന്നതിന് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണം. അപ്പോൾ അതുപോലെ കുറുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നോക്കാം. അപ്പോൾ അത് ആദുവിൻ്റെ കുറുക്കായ സ്ഥലത്ത് ഞാൻ നമുക്ക് വേണ്ടിയിട്ട് ചായ വെക്കുന്നുണ്ട്. അപ്പോൾ ചായ വെച്ചതിന് ശേഷം ആദുവിൻ്റെ കുറുക്കിലേക്ക് ഞാൻ ഡേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാസ്റ്റ് കുറുക്കായതിന് ശേഷം ഞാൻ കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കും. മധുരം കുറവാണെങ്കിൽ, മധുരം നല്ലോണം ഉണ്ടെങ്കിൽ ഞാൻ ഒഴിച്ച് കൊടുക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ വെറുതെ അവനൊരു സ്പൂണ് ഡെയിലി കൊടുക്കാറുണ്ട്. ഡേറ്റ്സിൻ്റെ സിറപ്പ് നല്ലതാണല്ലോ. അങ്ങനെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് വേഗം നോക്കട്ടെ. നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ വാങ്ങി വെച്ച പാസ്ത ഉണ്ടായിരുന്നു. ഈവനിങ് സ്നാക്കായിട്ട് ആക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും കൂട്ടാനും വലിയ താല്പര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ആയിരുന്നു, അപ്പോൾ ഇന്ന് പാസ്ത ആക്കാൻ വിചാരിച്ചു. രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്, പക്ഷെ പിന്നെ ഫുള്ള് തിരക്കായിപ്പോയി. അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടിന്യൂറ്റി ഇഷ്യൂ എനിക്കുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ആയി. ഇനിയിപ്പം ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുന്നത് ഞാൻ വെച്ച്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കാൻ, കാരണം പുറത്ത് പോകുന്നതിൻ്റെ ആ വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അത് സെപ്പറേറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഒരാൾ ബാക്കിൽ നിന്ന് എന്നാ വെറുതെ ഒച്ചപ്പാട് ബഹളമാക്കുന്നു. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പം അന്നേരം ആ വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാന്നുള്ളത് കൊണ്ട് പിന്നെ വെറുതെ ലെങ്ത് ആയി പോകുമല്ലോ. അതുകൊണ്ടാണ് ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി.
സാധാരണ സാറ്റർഡേ എന്തെങ്കിലും സ്പെഷ്യലാക്കി നിന്നു. ഇതിന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല, കാരണം നാളെ മാർക്കറ്റിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങേണ്ടിരുന്നു നാളെയായിട്ട്. അപ്പോൾ എന്തെങ്കിലും ചിക്കനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഒച്ചയാക്കല്ലാതോ. അപ്പോൾ ഇന്ന് ചോറുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന വീഡിയോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാമെന്നാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, അതിപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകണം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ കഴിക്കുമ്പോഴും മാധൂസ് വന്ന് അവിടെ ഇരുന്നിട്ട് കഴിക്കും കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കും. പിന്നെ അല്ലാണ്ട് അവന് സ്പെഷ്യലായിട്ട് ഞാൻ കഞ്ഞിയാക്കി കൊടുക്കും, എന്നാലേ അവന് ഫില്ലാവത്തുള്ളൂ. അത് വേണ്ട. ഓ, ഇത് കാണിച്ചിട്ടത് വേണ്ട. ബിസ്ക്കറ്റ് തരട്ടെ? ബിസ്ക്കറ്റ് വേണ്ട. പിന്നെ വേണ്ട, വെള്ളം തരട്ടെ? കറി ഇത് തരട്ടെ? ഇത് 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 വേണോ? ഇത് ഇത് വേണോ? വേണോ? അത് വേണോ? ഇതെന്നാ പരിപ്പ് കറി കുടിക്കുന്ന കുട്ടീനെ കണ്ടിട്ടോ നിങ്ങൾ? പരിപ്പ് കറി യമ്മിയാണോ? യമ്മിയല്ലേ? എന്ന് പറ. യമ്മിയാണോ? ഓ, അമ്മ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതെൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീനൊക്കെ പോലെ എടുക്കാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനൊരു സെക്കൻഡ് പാർട്ട് പോലെ ഇറക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.